ശാന്തി. അഷ്ടാംഗ യോഗ വിധികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണല്ലോ നമ്മൾ. അതിൽ നിയമങ്ങളിൽ ശുദ്ധി, സന്തോഷം, തപസ്, സ്വാധ്യായനം ഇവയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അഞ്ചാമത്തെ വിധി, അഞ്ചാമത്തെ നിയമം ഈശ്വര പ്രാണിധാനമാണ്. ഈശ്വര പ്രാണിധാനം എന്നാൽ ഈശ്വരനിൽ സമർപ്പണ ബുദ്ധിയോടെ ജീവിക്കുക. ആ സമർപ്പണ ബുദ്ധിയോടു കൂടിയുള്ള ശ്രേഷ്ഠ കർമ്മിയായ ജീവിതമാണ് ഈശ്വര പ്രാണിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമർപ്പണം, ഡിവോഷൻ. സമർപ്പണം നമുക്ക് ആദ്യം നമ്മളോടുണ്ടായിരിക്കണം. നമുക്ക് നമ്മളോട് സമർപ്പണമായൊരു മനോഭാവം, അതായത് നമുക്ക് നമ്മളോട് നീതി പുലർത്താൻ കഴിയണം. അപ്പം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും നീതി പുലർത്തുകയുള്ളൂ. ഞാൻ ഒരിക്കലും എന്നെ ചീറ്റ് ചെയ്യാൻ പാടില്ല. സാധാരണ നമ്മൾ പറയില്ലേ, ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഇന്നാളെ പറ്റിച്ചു പറയും. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ ആ കടക്കാരൻ നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപയുടെ സാധനത്തിന് 200 രൂപ വാങ്ങിയെന്നിരിക്കട്ടെ. പക്ഷേ എനിക്കറിയില്ല അത് 200 രൂപയുടെ സാധനമാണ് എന്നുള്ളത്. അല്ലെങ്കിൽ എനിക്കറിയില്ല അത് 100 രൂപയുടെ സാധനമാണ്. കടക്കാരൻ 200 ചോദിച്ചു, അപ്പം നമ്മൾ 200 കൊടുത്ത് വാങ്ങിയിട്ട് വന്നു. അപ്പം നമുക്ക് ആ 200 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആൾക്ക് തോന്നുകയാണ്, കണ്ടില്ലേ ഇവർക്കൊന്നും അറിയില്ല, 200-ന് വരെ ഞാൻ 2000 ചോദിച്ചിരുന്നെങ്കിൽ ഇവർ തന്നിട്ട് പോയിട്ടുണ്ടാവും, 100 രൂപ ഞാൻ പറ്റിച്ചെടുത്തല്ലോ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തോന്നും നമ്മളെ 100 രൂപ പറ്റിച്ചെടുത്തു എന്ന്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി എപ്പോഴെങ്കിലും നമുക്ക് തോന്നുകയും ചെയ്യാണ്, പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞു, അയ്യോ വേറെ ആരെങ്കിലും പറയാണ് ഈ സാധനം കാണുമ്പോൾ നിങ്ങളിത് എത്ര രൂപ കൊടുത്ത് വാങ്ങി, അപ്പോൾ നമ്മൾ പറയണ ഇതിന് 200 കൊടുത്തു. അപ്പോൾ അവർ പറയാണ് അല്ലല്ല, മാർക്കറ്റിൽ ഇതിന് ഇത്രയും വിലയില്ല, 100 രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഭഗവാനെ, എന്നെ 100 രൂപ പറ്റിച്ചുവല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടേ, ആ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം തോന്നും നമ്മളെ പറ്റിച്ചു, നമുക്കും തോന്നുകയാണ് നമ്മളെ പറ്റിച്ചു, കേട്ടുകൊണ്ടിരിക്കുന്നവരും വിചാരിക്കേണ്ടത് നമ്മളെ പറ്റിച്ചു. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ആ കച്ചവടക്കാരൻ ആ ആളെ പറ്റിക്കുകയാണ് ചെയ്തിരിക്കണം. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ഈടാക്കിയ അർത്ഥം എന്താണ്? ആൾക്ക് സ്വയം അറിയാം ഇത് ഞാൻ ചെയ്തത് ഒരു ചീറ്റിംഗ് ആണ്. അപ്പം ആ ചീറ്റിംഗ് എന്ന് പറയുന്ന ആ കർമ്മം ഒരു തരത്തിലുള്ള ഒരു വികർമ്മമാണ്. ആ വികർമ്മത്തിൻ്റെ നെഗറ്റീവ് ഇംപ്രിൻസ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉള്ളതുകൊണ്ട്, കാരണം ഉള്ളിൽ അറിയാമല്ലോ ഞാനിത് എക്സ്ട്രാ വാങ്ങിയതാണ്. അപ്പോൾ ആ തോന്നലുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ പലരെ പറ്റിച്ച് കഴിയുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് മനസ്സിൻ്റെ ഉള്ളിൽ, ആ നെഗറ്റീവ് ചീറ്റിങ്ങിൻ്റെ ഒരു സംസ്കാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആത്മാവിൽ പതിയുകയാണ്. ആ ചീറ്റിംഗ് അവരവരോട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇംപ്രിൻസ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് പതിയുന്നത്. നമുക്ക് എന്നെ പറ്റിച്ചല്ലോ എന്നുള്ള ബാഡ് ഫീലിങ്ങേ ഉള്ളൂ. പക്ഷേ ചതിക്കുക എന്ന് പറയുന്ന ഒരു വികർമ്മത്തിൻ്റെ, മോശമായൊരു കർമ്മത്തിൻ്റെ അടയാളം ഉണ്ടാകുന്നത് ആ വ്യക്തിയിലാണ്, ആ കച്ചവടക്കാരനിലാണ്. അത് അദ്ദേഹത്തെ നാളെ ചതിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ ചതിയായിട്ട് മാറും. കാരണം എന്ത് കർമ്മം നമ്മൾ ചെയ്യുന്നോ, പ്രത്യേകിച്ചും തുടർച്ചയായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇംപ്രിൻസ്, നമ്മളിലുണ്ടാക്കുന്ന ശീലങ്ങൾ, സംസ്കാരങ്ങൾ ഇന്നും നാളെയും നമ്മളോടൊപ്പം നിലനിൽക്കുകയും അതുണ്ടാക്കുന്ന ബാഡ് ഇമ്പാക്റ്റുകൾ നമുക്ക് അനുഭവിക്കുകയും വേണം. കാരണം കർമ്മത്തിന് ഫലമുണ്ടല്ലോ, നല്ലത് തരും, കെട്ടത് തരും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട വസ്തുത എന്താണ്? ആദ്യം നമുക്ക് നമ്മളോട് നീതി പുലർത്താൻ കഴിയണം. നമ്മളൊരിക്കലും നമ്മളെ പറ്റിക്കരുത്. അതായത് നമുക്ക് നമ്മളോടൊരു സമർപ്പണം ഉണ്ടായിരിക്കണം. അതിനെയാണ് പറയണേ, നമ്മളെ ചതിക്കരുത്, ആത്മവഞ്ചന ചെയ്യരുതെന്ന് പറയില്ലേ. അപ്പോൾ സമർപ്പണം ആദ്യം നമുക്ക് നമ്മളോട് വേണം. നമ്മളോട് സത്യതയും നീതിയും പുലർത്തി ജീവിക്കുമ്പോൾ മാത്രമേ ഈശ്വര പ്രാണിധാനത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. കാരണം നമ്മൾ ഈശ്വരൻ്റെ മക്കളാണ്. ആത്മാവ് പരമാത്മാവിൻ്റെ സന്താനമാണ്. അപ്പോൾ ഈശ്വരനിലെ ഗുണങ്ങളാണ് നമ്മളിലും കാണപ്പെടേണ്ടത്. രണ്ടാമത്തത്, നമ്മൾ നമ്മുടെ കൂടെ ആരൊക്കെയുണ്ടോ, നമ്മൾ വീട്ടിലാണെങ്കിൽ കുടുംബത്തിലാണെങ്കിൽ അവരോടും നമുക്കൊരു സമർപ്പണ ഭാവം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ മുതിർന്നവർ, നമ്മുടെ കൂടെയുള്ളവർ, അവരെ പ്രതിയും നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു ശ്രേഷ്ഠ ഭാവന,
നമ്മുടെ ഭാവവും ഭാവനയും ശ്രേഷ്ഠമായിരിക്കണം. നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ നമ്മുടെ ജീവിത യാത്രയിൽ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നതിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ ആരെല്ലാം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കണോ അവരെ പ്രതി എല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു സമർപ്പണ ഭാവന ഉണ്ടായിരിക്കണം. കാരണം ആ സമർപ്പണ ഭാവനയും നമുക്ക് ഉപകാരപ്രദമായിട്ട് മാറും. ആ ഭാവനയാണ് നമുക്ക് ഫലം തരുന്നത്. നമ്മുടെ അച്ഛനമ്മ തന്നെ നോക്കിക്കോളൂ, അവരുടെ ജീവിതത്തിൽ എത്ര വലിയ ത്യാഗമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അവർ നമുക്ക് വേണ്ടി എത്ര ദിവസങ്ങളിൽ ഉണ്ണാതെ ഉറങ്ങാതെ നമുക്ക് വേണ്ടി കൊച്ചുകുട്ടികളായിരിക്കുമ്പം മുതൽ നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടുണ്ടോ. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അറിയില്ല അല്ലേ, പണ്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ എത്ര കഷ്ടമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഏതൊരച്ഛനും അമ്മയും എന്തു ചെയ്യും, തൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും കഷ്ടപ്പെട്ട് ഭക്ഷണം കൊണ്ടുവന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്രകാരം നോക്കിയാൽ നമ്മുടെ ഓരോരുത്തരുടെ ഇതുവരെയുള്ള യാത്രയിൽ എത്ര പേരുടെ സപ്പോർട്ട്, സഹയോഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം ഒരു കൃതാർത്ഥത നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ അവരെ പ്രതിയുള്ള ആ ഒരു ഭാവന, പോസിറ്റീവായിട്ടുള്ള ഒരു ഭാവവും ഭാവനയും വരുമ്പോഴാണ് ആ സമർപ്പണ ഭാവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും കൃതജ്ഞത കാത്തു സൂക്ഷിക്കാൻ സഹായിക്കും. ആദരവും ഉണ്ടാകും. അവർ മരിച്ചാൽ പോലും നമുക്കവരെ പ്രതിയുള്ള സമർപ്പണ ഭാവം പോകില്ല. അതുകൊണ്ട് നമ്മുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ മരിച്ചാൽ പോലും നമ്മൾ ശ്രാദ്ധക്രിയകൾ ചെയ്യാൻ നമ്മളോട് പറയണേ. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവർ നമുക്ക് നൽകിയതിനെ പ്രതിയുള്ള ഉപകാര സ്മരണയാണ്. അത് നമ്മുടെ ഡിവോട്ടഡ് മൈൻഡിൽ നിന്നുണ്ടാകുന്നതാണ്. മൂന്നാമത്തത്, നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതിയുടെ 5 തത്വങ്ങളെ പ്രതിയും നമുക്ക് ആ സമർപ്പണ ഭാവം വേണം. കാരണം ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ചുറ്റുപാടുമുള്ള എത്ര മനുഷ്യരുടെ അധ്വാനം, എത്ര പേരുടെ കൂട്ടായ്മയുടെ ഫലമാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരമാകട്ടെ, നമ്മളിട്ടിരിക്കുന്ന ഈ വസ്ത്രമാകട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാധന സാമഗ്രികളാണെങ്കിലും അനേകരുടെ കൂട്ടായ പ്രയത്നമാണ്. അതിൽ വ്യക്തികളുണ്ട്, പ്രകൃതിയുടെ സപ്പോർട്ടുണ്ട് അല്ലേ. 5 തത്വങ്ങളും നമ്മുടെ സേവനങ്ങൾ എന്തെല്ലാമാണ് ചെയ്യണേ, എന്തെല്ലാം സാധനങ്ങളും സാമഗ്രികളും ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വണ്ടി പോലും പറയില്ലേ, നമ്മൾ രാവിലെ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ പോലും നമ്മളോട് പറയാറുണ്ടല്ലോ, വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വരനെ ഓർമ്മിച്ചിട്ട് എടുക്കൂ. ഈശ്വരനെ ഓർമ്മിച്ചിട്ട് എടുക്കുക അർത്ഥം എന്താണ്, ആദ്യം ആ വണ്ടിയോട് നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ്. കാരണം ഈ വണ്ടിയാണ് നമ്മളെ വീണ്ടും അടുത്ത യാത്രയ്ക്ക് സഹായിക്കണം. അപ്പം അതിനെ നമ്മൾ തൊട്ട് തൊഴാറുണ്ട്. ഒരു പുസ്തകം എടുക്കുന്നതിന് മുമ്പ്, പഠിക്കുന്നതിന് മുമ്പ് നമ്മളോട് തൊട്ട് തൊഴാൻ പറയാറുണ്ട്. ഒരു കൂലിപ്പണിക്കാരൻ പറമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ആയുധത്തെ തൊട്ട് നമസ്കരിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ഭാവനയാണ്, സമർപ്പണ ഭാവന. കാരണം ഈ ആയുധങ്ങൾ, ഈ ഉപകരണങ്ങൾ, ഇവ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഉപജീവനം നടക്കണേ. അപ്പോൾ അതിനൊന്നും ജീവനില്ലെങ്കിൽ പോലും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആ ഉപകരണങ്ങളെ പ്രതിയുള്ള ആ കൃതജ്ഞതയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പൂജ സമയത്ത് എല്ലാ ഉപകരണങ്ങൾ ആരെന്ത് ഉപയോഗിക്കുന്ന, നമ്മൾ ഒരു എഴുത്തുകാരനാണെങ്കിൽ ആ പേന പോലും പൂജയ്ക്ക് വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഭാവനയാണ് സമർപ്പണത്തിൻ്റെ. അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷവും വേണ്ടതാണ്. ഇത് വർഷത്തിലൊരിക്കൽ പൂജാഡേയിൽ മാത്രം വേണ്ടതല്ല. അടുത്ത സമർപ്പണ ഭാവം, ഫൈനൽ എന്നുള്ളത് ഈശ്വരനെ പ്രതിയുള്ളതാണ്. ഈശ്വരാർപ്പണം എന്നല്ലേ നമ്മൾ പറയുക. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളോട് പറയാറുണ്ടല്ലോ, ഈശ്വരാർപ്പണം ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്, നിമിത്തഭാവം. ഞാൻ എന്ന അഹങ്കാരം അപ്പോൾ ഉണ്ടാവില്ല. ഈശ്വരന് നമ്മുടെ ഒന്നും ആവശ്യമില്ല. ഉണ്ടോ? ഇല്ലല്ലോ. ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും എല്ലാം തരുന്ന ആളാണ്. ദാതാവാണ്, സ്വയം ദാതാവാണ്. കാരണം കടൽ പോലെ നിറഞ്ഞ ആളാണ്. സ്നേഹത്തിൻ്റെ കടലാണ്, ശക്തികളുടെ കടലാണ്. ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. ഈ കളിക്കളത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാം തരുന്ന ആളാണ്. അപ്പോൾ ആ ആൾക്ക് നമ്മളെന്ത് കൊടുക്കാനാ? അപ്പം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഭഗവാനെ പ്രതിയുള്ള സമർപ്പണ ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അഹന്ത വരാതിരിക്കാൻ, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ ബോധം, അല്ലെങ്കിൽ എൻ്റെ മിടുക്കാണെന്നുള്ള ആ ബോധം, അതിൽ അഹന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരന് സമർപ്പിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ചെയ്യുന്ന ആൾ, ചെയ്യാനുള്ള എനിക്ക് ഈ ഊർജം തരുന്നത് ചെയ്യിപ്പിക്കുന്ന ആളാണ്. ചെയ്യിപ്പിക്കുന്ന ആളെ പ്രതിയുള്ള ആ മനോഭാവം, ഇതൊരു യുക്തിയാണ്. ശരിക്കും നമുക്ക് അഹങ്കാരത്തിൽ നിന്ന് മുക്തമാകാനുള്ള യുക്തിയാണ്. നമ്മുടെ ഉള്ളിൽ ഒരിക്കലും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ അഹങ്കാരവും വരില്ല. എവിടെയെങ്കിലും ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കാർക്കും ഒരിക്കലും ആ പരാജയത്തെ പ്രതി ദുഃഖം അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ നിരാശയും ഉണ്ടാകില്ല. അതാണ് അർജുനൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണണം. മാത്രമല്ല പരിഭ്രമവും ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും ഉണ്ടാകില്ല.
അർജുനൻ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് യുദ്ധത്തിനിടയിൽ, ജയദ്രഥനെ ഞാൻ സൂര്യാസ്തമയത്തിന് മുമ്പ് വധിക്കും. പക്ഷേ എന്നിട്ട് ആൾ സുഖമായിട്ട് പോയി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഭഗവാൻ അർജുനെ സമീപിച്ചിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, വിളിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, അർജുന, നിനക്ക് ഓർമ്മയുണ്ടോ നീ പ്രതിജ്ഞ ചെയ്തത്? നീ നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് ജയദ്രഥനെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തതല്ലേ? എന്നിട്ട് അതിൻ്റെ എന്ത് പ്ലാൻ ഉണ്ടാക്കി? നീ എന്താ സുഖമായിട്ട് പോയി കിടന്നുറങ്ങണേ? അപ്പോൾ അർജുനൻ എന്താ പറയണേ? അങ്ങും കേട്ടതല്ലേ ഞാൻ പ്രതിജ്ഞ ചെയ്തത്? അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് അതിനുള്ള പ്ലാൻ ഉണ്ടാക്കി കാണും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് ഭഗവാനെ പ്രതിയുള്ള ഭാവന, സർവശക്തിവാനെ പ്രതിയുള്ള ആ ഡിവോട്ടഡ് ഭാവനയിൽ നിന്ന്, ഡിവോഷനിൽ നിന്ന്, സമർപ്പണ മനോഭാവത്തിൽ നിന്ന്, എൻ്റെ സർവസ്വത്തിൻ്റെ ഉത്തരവാദി, എനിക്കുള്ള മാർഗം കാണിച്ചു തരാനുള്ള ആളുണ്ട് എന്നുള്ള ആ ഭാവനയാണ് ആളുടെ മനസ്സിനെ ഭാരരഹിതമാക്കുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാ ഉത്തരവാദിത്വം ഈശ്വരൻ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളതല്ല. ചെയ്യേണ്ടത് നമ്മളാണ്, പക്ഷെ ചെയ്യിപ്പിക്കുന്ന ആളുണ്ട് എന്നുള്ള സ്മൃതി തന്നെ, ബോധം തന്നെ നമ്മുടെ മനസ്സിലെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാരമില്ല. അർജുനൻ വില്ലാളി വീരനാണ്, അർജുനാണ് ആ കർത്തവ്യം ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്നു, അല്ലെ എനിക്ക് ചെയ്യണമല്ലോ എന്ന ഭാരം അർജുനനുണ്ടെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അതാണ് വേണ്ടത്. രാവിലെ മുതൽ നമുക്കും എല്ലാവർക്കും അവരവരിൽ നിക്ഷിപ്തമായ എല്ലാ കടമകളും കർത്തവ്യങ്ങളും കാര്യങ്ങളും നിർവഹിക്കണം. ഉത്തരവാദിത്വപൂർണ്ണമായിട്ട് ചെയ്യണമല്ലോ വിചാരിച്ച് ചെയ്യുകയല്ല, 100% റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കർമ്മം ഇത്രയും പെർഫെക്റ്റായിട്ട് മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. ആ രീതിയിൽ നമ്മൾ ചെയ്യണം. പക്ഷേ എന്തു തന്നെ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഭാരം ഫീൽ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മ നമ്മളെ സഹായിക്കും. ഈ സമർപ്പണ മനോഭാവം നമുക്ക് നമ്മളെ പ്രതി, നമ്മുടെ കൂടെയുള്ളവരെ പ്രതി, നമ്മുടെ ചുറ്റുപാടും എവിടുന്നല്ല ഏതെല്ലാം ജീവജാലങ്ങളുടെ, നിർജീവ വസ്തുക്കളുടെയും ജീവനുള്ളവയുടെയും സഹയോഗം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന അവയുടെയും, അതിനെല്ലാം ഉപരി സർവോപരി ഈശ്വരൻ്റെയും ആ ഈശ്വരനെ പ്രതിയുമുള്ള നമ്മുടെ സമർപ്പണ ഭാവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ സുഖശാന്തിപൂർണ്ണമാക്കി മാറ്റാൻ സഹായിക്കും. ഈ വർഷം യോഗ ദിനാചരണം നടത്തുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈ ലക്ഷ്യം വെച്ചിട്ട് സമർപ്പണ ഭാവന എൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളെല്ലാം പ്രതി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനും ചേഞ്ച് ചെയ്യാനുമുള്ള ഒരു അവസരമാകട്ടെ. അഷ്ടാംഗ യോഗ മാർഗത്തിൽ നിയമങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തേത് ആസനമാണ്. ആസനത്തെക്കുറിച്ച് പറയുന്നത് സ്ഥിരം സുഖം ഇതി ആസനമെന്നാണ്. നമുക്ക് സുഖം ആയിരിക്കാൻ പറ്റുന്ന ആസനം, അതായത് കൂടുതൽ സമയം സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ആസനത്തിലിരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ശാരീരികമായിട്ട് ഏറ്റവും കംഫർട്ടബിളായിട്ട്, ഏറ്റവും സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്നത് ഏത് പോസ്റ്ററിലാണോ ആ ആസനത്തിലിരിക്കുക. അതിനെയാണ് സുഖാസനം എന്ന് പറയണത്. നമുക്ക് ശാരീരികമായി കംഫർട്ടബിളായിരിക്കണം അത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ആസനങ്ങൾ പലതരത്തിലുള്ള ആസനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില ആസനങ്ങൾ വൃക്ഷത്തിൻ്റെ ഷേപ്പിലിരിക്കാൻ, ചില ആസനങ്ങൾ ചില ജീവികളിരിക്കുന്നത് പോലെ, നായ ഇരിക്കുന്നത് പോലെ, പൂച്ച ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഇരിക്കുന്നത് പോലെ പല മുറകളുണ്ട്. അപ്പോൾ ഈ ആസനമുറകളെല്ലാം, പല തരത്തിലുള്ള ആസനമുറകൾ യഥാർത്ഥത്തിൽ നമ്മളെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? ഇതിലേതാണോ എനിക്ക്, എൻ്റെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ടുള്ളത്, അതിൽ ഏതെങ്കിലും ഒന്നിലധികമോ ആസനമുറകൾ നമുക്ക് പരിശീലിക്കാം.
കാരണം ഈ ആസനത്തിലിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആദ്യം നമ്മൾ ശാരീരിക ആസനങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ ധ്യാനത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം ധ്യാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ധ്യാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ശരീരം, കർമ്മേന്ദ്രിയങ്ങൾ ശാന്തമാകണം, സ്വസ്ഥമാകണം. ഇരിപ്പ് നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ പറയാറില്ലേ, ചിലപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ വഴക്ക് പറയാറുണ്ട്, എന്താ നിനക്ക് ഇരിപ്പുറയ്ക്കണില്ലേ ചോദിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? കർമ്മേന്ദ്രിയങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ലേ? അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കുമ്പോൾ എത്ര തവണ നമ്മുടെ കൈ ഇളക്കാറുണ്ട്, കാലിളക്കാറുണ്ട്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഒരു പോസ്റ്ററിൽ അധിക സമയം ഇരിക്കാൻ പറ്റുന്നില്ല, അപ്പോഴേക്ക് കൈ വേദനിക്കണു, കാല് വേദനിക്കണു, മുതുക് വേദനിക്കണു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരത്തിൽ നല്ലതുപോലെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ നടക്കുന്നില്ല എന്നർത്ഥം. അപ്പം നിത്യേന നമ്മൾ ആസനങ്ങൾ അഭ്യസിക്കുന്നതിൻ്റെ ഫലമായിട്ട് റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തചംക്രമണം നന്നായി നടക്കും. അപ്പോൾ സർക്കുലേഷൻ ബോഡിയിൽ നല്ലതാകുമ്പോൾ, ബ്ലഡ് സർക്കുലേഷൻ നല്ലതാകുമ്പോൾ ശരീരത്തിൽ അവിടെ ഇവിടെയുള്ള നമ്മുടെ വേദനകൾ മാറും, അനേക അസുഖങ്ങളിൽ നമുക്ക് മുക്തി കിട്ടും. അത് മാത്രമല്ല, ധ്യാനത്തിന് മറ്റും നമുക്ക് ഇരിക്കണമെങ്കിൽ, ധ്യാനത്തിന് മാത്രമല്ല ജീവിതത്തിൽ പോലും നമ്മൾ നോക്കൂ, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്ത്, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഓരോരോ മെഷീനിലിരുന്നിട്ട് മണിക്കൂർ കണക്കിന് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് ഒരേ സമയം ഒരേ പോസ്റ്ററിൽ ചിലപ്പോൾ കൂടുതൽ സമയം ഇരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ആസനങ്ങളുടെ അഭ്യാസം റെഗുലറായിട്ട് നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുകയും ചെയ്യും. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് വർക്ക് ചെയ്യാനും കഴിയും. ശാരീരിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുറയും. എന്നാൽ അപ്പം നമ്മൾ ചിലപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും, ഈ ആസനങ്ങളൊക്കെ ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പം അസുഖങ്ങളുള്ള നമ്മളെങ്ങനെ ചെയ്യും? ചിലർക്ക് ചിന്ത വരും, യോഗ ഡേ എല്ലാവരും ആചരിക്കുന്നു, പക്ഷേ നമ്മളെങ്ങനെ ആചരിക്കും? നമ്മൾ വികലാംഗരല്ലേ, നമുക്ക് കൈകാലിൻ്റെ ഈ എക്സസൈസുകളോ ആസനങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പം നമ്മളെങ്ങനെ ഈ ആചരണത്തിൽ പങ്കുകൊള്ളും? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഗിയാകാനുള്ള ആ യോഗ്യതകളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതിൽ ആസനം, ശരീരത്തിൻ്റെ ആസനങ്ങളും അഭ്യാസങ്ങളും വ്യായാമങ്ങളും ഒരു ഘടകം മാത്രമാണ്. യമനിയമങ്ങളിൽ 8 പറയുന്നുണ്ട്. ഈ 8 ആസനം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ശാരീരിക വ്യായാമങ്ങളുമായി ബന്ധപ്പെട്ട എക്സസൈസുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വികലാംഗർക്ക് ചെയ്യാൻ പറ്റാത്തത്. ബാക്കി 7 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാം. കൈ വയ്യാത്തവർക്ക്, കാല് വയ്യാത്തവർക്ക്, കണ്ണ് കാണാൻ പറ്റാത്തവർക്ക്, കാത് കേൾക്കാൻ പറ്റാത്തവർക്ക് പോലും ചെയ്യാൻ കഴിയുന്നതാണ്. വൃദ്ധർക്കും ചെയ്യാം. ഇനി വയസ്സായെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട, നമ്മളൊക്കെ വൃദ്ധരായില്ലേ, ഈ വയസ്സാം കാലത്ത് ഇനിയിപ്പം നമ്മളെന്ത് യോഗ അഭ്യസിക്കാനാ? അപ്പോൾ ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളവർക്കും വികലാംഗർക്കും വൃദ്ധർക്കും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട, കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട, യോഗിയാകാനുള്ള, യോഗ്യമാകാനുള്ള ഈ അഷ്ടാംഗ വിധി നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അതിൽ പ്രത്യേകിച്ചും അംഗവൈകല്യങ്ങളുള്ളവർക്ക് ശാരീരികമായ ആസനങ്ങൾ മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റാത്തത്. ബാക്കി ശരിക്കും പതഞ്ജലി ചിട്ടപ്പെടുത്തിയ യോഗ മാർഗത്തിൽ ബാക്കി 7 യമനിയമം ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാൻ ജീവിതത്തിൻ്റെ നിയമങ്ങളും മര്യാദകളുമാണ് ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ്. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്തുകൂടെ? ബാക്കി 7 വിധികളിലൂടെയും ബാക്കി എല്ലാവർക്കും കടന്നു പോകാം. അതുകൊണ്ട് അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെ ഉള്ളിൽ, അവരാര് തന്നെയാണെങ്കിലും, വികലാംഗരാകട്ടെ, വൃദ്ധരാകട്ടെ, അല്ലെങ്കിൽ കുട്ടികളാകട്ടെ, എല്ലാവർക്കും ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകാം. ആഘോഷിക്കുക അർത്ഥം എന്താണ്? ആചരിക്കുക അർത്ഥം എന്താണ്? ആയിത്തീരാനുള്ള ഈ യോഗ ദിനാചരണത്തിൻ്റെ മെസ്സേജ് എന്താണോ, സന്ദേശം എന്താണോ, ടോട്ടൽ എസൻസ് എന്താണ്? ഒരു നല്ല വ്യക്തിയായിട്ട് മാറുക, ഒരു യോഗ്യനായ വ്യക്തിയായിട്ട് മാറുക. നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും ഉപകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയുക എന്നതാണ് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ആസനത്തിൻ്റെ നിർവചനത്തിൽ പറയുന്നത് പോലെ നമുക്ക് സുഖമായിട്ടിരിക്കാൻ കഴിയുന്ന ഏത് സുഖാസനത്തെയും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അഷ്ടാംഗ വിധിയിൽ പറയുന്ന ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മാറാമല്ലോ. ഓം ശാന്തി.
അഷ്ടാംഗയോഗ വിധികളിൽ യമനിയമങ്ങളും ആസനവും കഴിഞ്ഞാൽ 4-ാമത്തേത് പ്രാണായാമമാണ്. നന്നായി ശ്വസിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രാണോർജ്ജം നമ്മുടെ കോശങ്ങളിൽ എത്തണം. കാരണം കോശങ്ങളുടെ പ്രവർത്തനം നന്നായി നടക്കണം എന്നുണ്ടെങ്കിൽ പ്രാണൻ അഥവാ ഓക്സിജൻ, ഊർജം നമ്മുടെ കോശങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണല്ലോ കോശ വിഭജനം നന്നായിട്ട് നടക്കണേ, കോശങ്ങൾക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ ശരീരത്തിലേക്ക് കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് അതിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ കോശങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അത് അവിടെ വെച്ച് കോശങ്ങളിൽ ആ ആഹാരത്തിൻ്റെ അംശം, പോഷകാംശത്തെ പിന്നീട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ പ്രാണോർജ്ജം അതിൽ മിക്സ് ആകണം. അപ്പം നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലേക്കും നോക്കൂ, ശരീരത്തിൽ എത്ര കോശങ്ങളാണുള്ളത്. അപ്പോൾ ഇത്രയും കോശങ്ങളുടെ ഉള്ളിലേക്ക് പ്രാണോർജ്ജം എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി ശ്വസിക്കാൻ പറ്റണം, നന്നായിട്ട്. അപ്പോഴേ നമ്മുടെ തലച്ചോറിലേക്ക് വരെ ഈ പ്രാണോർജ്ജം എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനൻ്റെ അടുത്ത് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അർജുന, നിനക്ക് ആത്മസാക്ഷാത്കാരം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു തുറസായ സ്ഥലത്ത് കുശപ്പുല്ല് വിരിച്ചതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് നീ നല്ലതുപോലെ ശരിക്ക് ശ്വസിക്കുകയാണെങ്കിൽ, സമനിലയിലേക്ക് നിൻ്റെ ശ്വാസത്തെ നീ നിയന്ത്രിക്കുകയാണെങ്കിൽ, ദീർഘനേരം നിനക്ക് അങ്ങനെ ഇരിക്കാനും നിൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ നിനക്ക് നിയന്ത്രിക്കാനും കഴിഞ്ഞാൽ അപ്പോൾ നിനക്ക് ശരിക്കും ആത്മസാക്ഷാത്കാരം കിട്ടും. അറ്റൻഷൻ നിനക്ക് ഭ്രൂമധ്യത്തിലായിരിക്കണം. ശ്വാസത്തെ നിനക്ക് നല്ല നിലയിൽ, സമനിലയിൽ കൊണ്ടുപോകാനും കഴിയണം എന്ന്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാണായാമത്തിൻ്റെ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ പറയുന്നത്. ഈ പ്രകാരം നമ്മളും നമ്മുടെ നിത്യേനയുള്ള റുട്ടീൻ ലൈഫിൻ്റെ ഭാഗമായിട്ട് നല്ലതുപോലെ ശ്വസിക്കാനും ഊർജത്തെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും പ്രാണോർജ്ജം എത്തിക്കാനുമുള്ള അറ്റൻഷൻ നമ്മൾ വെക്കുകയാണെങ്കിൽ ശാരീരികമായിട്ട് വളരെ നമ്മൾ ഹെൽത്തി ആയിട്ട് മാറും. ഒപ്പം നമ്മുടെ മനോസ്ഥിതി വളരെ നല്ലതായിട്ട് മാറും. കാരണം നല്ലൊരു ശരീരം, നല്ലൊരു മനസ്സ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ആരോഗ്യത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് കഴിയും. അപ്പോൾ ആരോഗ്യമുള്ളൊരു മനസ്സിൻ്റെയും ആരോഗ്യമുള്ളൊരു ശരീരത്തിൻ്റെയും ഉടമയായിട്ട് മാറാൻ പ്രാണായാമത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള മഹത്വം നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മളൊരു വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്കറിയാം, വണ്ടിക്കുള്ളിൽ പെട്രോളും വേണം, അത് ഓടിക്കാനുള്ള ഡ്രൈവറും വേണം. പക്ഷേ നമ്മൾ യാത്രക്കിടയിൽ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, ചില സമയത്ത് വണ്ടികൾ വഴിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. വണ്ടി ഉണ്ടാവും, ഡ്രൈവറും ഉണ്ടാവും, പക്ഷേ വണ്ടിയിൽ നിന്ന് പെട്രോള് തീർന്നു പോയിട്ടുണ്ടാവും. ഇതേ അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ. ആത്മാവാകുന്ന ഡ്രൈവറുണ്ട്, പക്ഷേ നമ്മുടെ വണ്ടിയിൽ പെട്രോള് തീരുന്ന അവസ്ഥയിലാണ് ആത്മാവും ശരീരവും ഉണ്ടെങ്കിലും നമ്മൾ കിടപ്പിലായി പോവുക. പ്രാണോർജ്ജം ഇല്ല, ശരീരത്തിന് ശക്തിയില്ല. അപ്പോഴാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരീരമുണ്ട്, മനസ്സുണ്ട്, കഴിവുകളുണ്ട്, പക്ഷേ നമ്മൾ കിടന്നു പോവുക, ഒന്നും ചെയ്യാൻ പറ്റാതാകുക. ഈ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ പെട്ടുപോവുക. അങ്ങനെ സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശരീരത്തെ എപ്പോഴും എനർജറ്റിക്കാക്കി വെക്കാൻ, ഊർജ്ജസ്വലമാക്കി വെക്കാൻ ഈ ശരീരത്തിൽ ആത്മാവ് വേണം. ആത്മാവിന് ഊർജ്ജം ഉണ്ടായിരിക്കണം. അത് പരമാത്മാവിൽ നിന്ന് എടുക്കുന്നത് പോലെ ശരീരത്തിന് വേണ്ടുന്ന പ്രാണോർജ്ജം നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന്, പ്രകൃതി മാതാവ് തരുന്നുണ്ട്. പക്ഷേ അതിനെ നമുക്ക് നല്ലതുപോലെ എടുത്ത് ശ്വസിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങളിലും എത്തിക്കുക എന്നുള്ളത് നമുക്ക് നിത്യേന അഭ്യാസത്തിലൂടെ ചെയ്യേണ്ടതാണ്. ഈ യോഗ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റാനും കഴിഞ്ഞാൽ ശാരീരികവും മാനസികവുമായ ആ ഊർജ്ജസ്വലമായ അവസ്ഥയെ നമുക്കെപ്പോഴും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്കെപ്പോഴും ലീഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ശ്രേഷ്ഠമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി.
ഓം